ഹലോ ഹായ്, ഇന്ന് നമുക്ക് എങ്ങനെ സിമ്പിളായിട്ടൊരു മന്തി ഉണ്ടാക്കാം നോക്കാം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ബസുമതി റൈസാണ് എടുക്കുന്നത്. മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സെല്ലാർ ബസുമതി റൈസാണ് നല്ലത്. ഇവിടെ എനിക്ക് നോർമൽ ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. അരമണിക്കൂർ ഈ റൈസ് കുതിർക്കാൻ വയ്ക്കുന്ന സമയം കൊണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ സ്കിന്നോട് കൂടിയ ചിക്കനാണ് നമുക്ക് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. പക്ഷേ എനിക്കിവിടെ സ്കിന്നുള്ള ചിക്കൻ കിട്ടിയിട്ടില്ല. നോർമൽ ചിക്കനാണ് എടുത്തേക്കുന്നത്. നോർമൽ സ്കിന്ന് കളഞ്ഞ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഫോർക്ക് കൊണ്ട് ഒന്ന് കുത്തി കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ഫോർക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല എല്ലാം അതിൻ്റെ അകത്ത് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ക്യാപ്സിക്കം നല്ല ചെറുതായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, കുറച്ച് കുരുമുളക് നമുക്ക് 1 സ്പൂൺ ചേർക്കാം. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക്, ഇവിടെ ഞാൻ മാജിക് ക്യൂബ്സിൻ്റെ സ്റ്റോക്കാണ് എടുത്തിരിക്കുന്നത്. 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. കുറച്ച് ഫുഡ് കളർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്, മന്തിക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ്, ചിക്കൻ സ്റ്റോക്കിൽ ഓൾറെഡി ഉപ്പുണ്ട്. ഇപ്പം ഞാൻ 1 സ്റ്റോക്കേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഉപ്പ് എക്സ്ട്രാ ചേർത്തത്. ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇതും ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം നല്ലോണം തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി തിളയ്ക്കാനായിട്ട് ഏകദേശം 10 മുതൽ 15 മിനിറ്റ് വരെയാണ് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം. അരി ഒരുപാട് വെന്ത് പോകരുത്, കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ മന്തിക്ക് ഓക്കെ ആവില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, നമുക്കിത്തിരി ഉപ്പ് മുന്നിൽ നിൽക്കണം, കാരണം ഇത് നമ്മൾ വാർത്തെടുക്കുകയാണ്. അരിയെ വാർത്തെടുക്കുമ്പോഴത്തേക്കും ഉപ്പ് കുറച്ച് മുന്നിൽ തന്നെ നിൽക്കണം. ശേഷം നമുക്ക് ഒരു പാൻ വയ്ക്കുക. പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ പീസസ് നമുക്ക് നിരത്തി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് പാനിലേക്ക്. അത് ഹൈ ഫ്ലെയിമിട്ട് നമുക്ക് ആ പാനിലുള്ള ചിക്കൻ നന്നായിട്ട് ഒരു സൈഡ് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത്. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലോണം മൊരിഞ്ഞ് കിട്ടും. അതിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും മൊരിഞ്ഞ് കിട്ടാൻ നമുക്ക് ബാക്കി കുക്കിംഗ് പ്രോസസ്സ് എല്ലാം നടക്കുന്നത് നമ്മൾ അരിയും കൂടി ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കുക്കിംഗ് നടക്കുന്നത്. ഇപ്പം ജസ്റ്റ് നമ്മളെ പുറമേ ഉള്ള സ്കിന്നൊന്ന് മുരിച്ചെടുക്കുന്ന മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ പ്രോസസ്സിൽ. നമ്മൾ ബാക്കി എല്ലാ ചിക്കനും ഇതുപോലെ തന്നെ നേരത്തെ നിരത്തി വെച്ചിരുന്ന പോലെ തന്നെ തിരിച്ചും അതുപോലെ ആ സൈഡ് നിന്ന് മറിച്ചിട്ട് കൊടുക്കണം. ശേഷം നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇടാനുള്ളതാണ്. അപ്പോൾ ഇത് 2 മിനിറ്റ് ഇതുപോലെ തിരിച്ചിട്ടതിന് ശേഷം 2 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോൾ അത് മൊരിഞ്ഞ് കിട്ടും. അതിനുശേഷം അതിൽ നിന്ന് കുറച്ച് ഓയിൽ നമ്മൾ മാറ്റുകയാണ്. ഓയിൽ മാറ്റിയതിന് ശേഷം നമുക്ക് റൈസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ലെയറായിട്ട് നമുക്ക് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഫുഡ് കളർ ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്യുക. വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, റൈസ് ഇതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് ഇട്ട് നിരത്തിയതിന് ശേഷം നമുക്ക് ഓയിൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഫുഡ് കളറും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മളിവിടെ കുറച്ച് എരിവിന് വേണ്ടിയിട്ടാണ് പച്ചമുളക് 2 ഇതിനകത്ത് കുത്തി വയ്ക്കുന്നത്. അപ്പോൾ ഒരു ഫ്ലേവർ അതിൻ്റെ അകത്ത് ഇറങ്ങും. ലാസ്റ്റ് നമ്മൾ ഫൈനൽ ലെയറും ആഡ് ചെയ്ത് നിരത്തിയതിന് ശേഷം നമുക്ക് ഓയിലും ഇതുപോലെ ഫുഡ് കളറും നമുക്ക് മുകളിൽ വയ്ക്കാം. അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് നമുക്കത് കുക്ക് ചെയ്തെടുക്കാം. മയണൈസ് ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിന് ശേഷം നമുക്ക് 2 വെളുത്തുള്ളി, ഇത് കുഞ്ഞു വെളുത്തുള്ളി ആയതുകൊണ്ടാണ് 3 അല്ലി എടുത്തിരിക്കുന്നത്. 2 അല്ലി തന്നെയാണ് ധാരാളം മതിയാവും. അതായത് കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് ഉപ്പ്, ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്യണം. സൺഫ്ലവർ ഓയിൽ നമുക്ക് 1/2 കപ്പാണ് വേണ്ടി വരുന്നത്. അത് കുറച്ചായിട്ട് ഒഴിച്ച് നമുക്ക് മിക്സിയെ തിരിച്ച് കറക്കി ബ്ലെൻഡ് ചെയ്ത് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്ന വരെ നമുക്ക് ഓയിൽ ഒഴിച്ച് ബ്ലെൻഡ് ചെയ്ത് തിരിച്ച്
കറക്കിയാണ് എടുക്കുന്ന മയണൈസ്. ശേഷം നമുക്ക് ആ മയണൈസ് റെഡി ആയിട്ടുണ്ട്. റൈസും ഇവിടെ കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു ടൊമാറ്റോ ചട്നിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് മന്തിക്ക് ടൊമാറ്റോ ചട്നിയും മയണൈസും ആണ് കോമ്പിനേഷൻ. കുറച്ച് സാലഡും ഉണ്ടാക്കിയിട്ടുണ്ട്.